അവിടെ കാണുന്നു. ഹല്ലേലൂയ. പ്രകാരം പറയുന്നു, പാപം ചെയ്തിട്ട് ദാവീദ് പാപം ചെയ്തിട്ട് ഹല്ലേലൂയ പ്രവാചകൻ തന്റെ മുൻപിൽ വന്ന് പാപത്തെ വിളിച്ചു പറയുമ്പോൾ, പ്രവാചകനിലൂടെ സർവശക്തിയുള്ള ദൈവം ദാവീദിനോട് സംസാരിക്കുമ്പോൾ തന്റെ പാപത്തെ അറിഞ്ഞ് തന്റെ പാപത്തെ മനസ്സിലാക്കി തന്റെ മുൻപിൽ ആ പാപങ്ങൾ വരച്ചു കാട്ടിയപ്പോൾ മിണ്ടാതിരിക്കാതെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ അധരങ്ങളെ തുറന്ന് ആ പാപങ്ങളെ ദൈവത്തോട് വിളിച്ചു പറഞ്ഞ് താൻ ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില വാക്യങ്ങൾ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 51:10-20. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. தேவனே, சுத்த இருதயத்தை என்னில் சிருஷ்டியும், நிலைவரமான ஆவியை என் உள்ளத்தில் புதுப்பியும். ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ തിരുമേശയുള്ള ബന്ധത്തിൽ കടന്നു വരുമ്പോൾ, ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, സർവശക്തിയുള്ള ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ, പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ, നമ്മുടെ മുൻപിൽ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തുറന്നു കാണിച്ചാൽ, നമ്മുടെ മുൻപിൽ നമ്മുടെ ചില പാപങ്ങളെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തുറന്നു കാണിച്ചാൽ ഹല്ലേലൂയ അതിനെ മറച്ചു വെക്കാൻ, അതിനെ വിളിച്ചു പറയുവാൻ തയ്യാറാണെങ്കിൽ, പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ ചഞ്ചലിക്കുന്ന ഒരു ഹൃദയമല്ല, പിന്നെ സ്ഥിരമായ ഒരു ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കും. വിശ്വസിക്കുന്നു. കർത്തൃമേശയെ കാണുമ്പോൾ മാത്രം, ആരാധനയിൽ കടന്നു വരുമ്പോൾ മാത്രം ഹല്ലേലൂയ ഉണ്ടാകുന്ന ഒരു സ്ഥിരതയല്ല ഇത്. ഹല്ലേലൂയ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു സ്ഥിരതയും അല്ല ഇത്. പിന്നെ സ്ഥിരമായ ഒരു ആത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനമേ ഹല്ലേലൂയ പലരിലും കാണുന്ന ഹല്ലേലൂയ ഒരു വിഷയമാ ദൈവത്തിന്റെ സ്തോത്രം. ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത, യോഗത്തിന് കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ഒരു സ്ഥിരത. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില സ്ഥിരമായ അനുഭവങ്ങൾ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു അനുഭവം. എന്നാൽ അങ്ങനെയല്ല, യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ചിലതിനെ വിളിച്ചു പറയുവാൻ തയ്യാറാണെങ്കിൽ, കർത്താവേ ഹല്ലേലൂയ ദാവീദ് പ്രകാരം പറയുന്നു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അപ്പൊ തനിക്കൊരു കാര്യം മനസ്സിലായി, ഹോളി സ്പിരിറ്റ് പ്രീഷ്യസ് ആണ്. പരിശുദ്ധാത്മാവ് തന്റെ മേലില്ലെങ്കിൽ താൻ ഒന്നുമല്ലെന്ന് തനിക്ക് മനസ്സിലായി. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റു പറയുവാൻ തയ്യാറാകണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഹല്ലേലൂയ വസ്ത്രത്തെ കണ്ട് അഭിഷേകം ഇറക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മുഖത്തെ കണ്ട് അഭിഷേകം ഇറക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയോ ഹൃദയങ്ങളെ കണ്ട് അഭിഷേകത്തെ അയക്കുന്ന, ഹൃദയങ്ങളെ കണ്ട് ഹല്ലേലൂയ അഭിഷേകത്തെ അയക്കുന്ന, വിടുതലുകളെ അയക്കുന്ന, അവന്റെ തൈലത്തെ ഊറ്റുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുള്ളത്. വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ പുകഴ്ച കൊടുത്താട്ടെ. ആ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ജീവിതങ്ങളിൽ സ്ഥിരത വെളിപ്പെടാൻ കൂടി വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആമേൻ. വല്ലപ്പോഴും വന്നു പോകുന്ന പ്രാർത്ഥനയുടെ സ്ഥിരതയല്ല, വല്ലപ്പോഴും വന്നു പോകുന്ന വിശ്വാസത്തിന്റെ ഒരു നിലനിൽപ്പല്ല. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ തീർത്തു കളയുന്ന വിശ്വാസത്തിന്റെ ഒരു അഭിഷേകത്തെ എന്റെ ദൈവം ആരുടെയും പകർന്നിട്ടില്ല. നിലനിൽക്കുന്ന അഭിഷേകം, സ്ഥിരതയുള്ള അഭിഷേകം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി നിലനിർത്തുന്ന അഭിഷേകത്തെ ഏറ്റെടുക്കുവാൻ ഇന്ന് ഒന്നുകൂടി ആവർത്തിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നോക്കി നിങ്ങളെ നോക്കി ദൂത് പറയുമ്പോൾ കേൾക്കുമ്പോഴുള്ള ഒരു സ്ഥിരതയല്ല, പിന്നെയും ആ ദൂത് വല്ലപ്പോഴും ആവർത്തിക്കുമ്പോൾ ഉള്ളി കത്തുന്ന കത്തലല്ല. എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവരാണ് വിശ്വസിക്കുന്ന ഒരു സ്ഥിരത. ഉപവാസ പ്രാർത്ഥന ചുമ്മാതല്ല. കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സഭ ഉപവസിച്ച് തുടങ്ങുക. മാസത്തിൽ ഹല്ലേലൂയ ഇത്ര ദിവസം ഇന്ന രീതിയിൽ ഉപവസിക്കുക. ഇന്ന് ഹല്ലേലൂയ ഉപവാസത്തിന്റെ 3-ാമത്തെ ദിവസം. ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലേ ഹല്ലേലൂയ, ഇന്ന് വരെ ഇല്ലാത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളും ഉപവാസത്തിൽ പലതരത്തിലുള്ള പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് അയച്ചു. നമ്മുടെ മധ്യത്തിൽ കർത്താവ് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽക്കാലം ആ കർത്താവുണ്ട്. ദൈവാത്മാവ് പറയുക, വിശുദ്ധിയിൽ ഒരു സ്ഥിരത. ബൾബ് കത്തുന്നത് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഏത് വ്യക്തി എവിടെ എഴുന്നേൽപ്പിച്ചു, കർത്തദാസനെ എഴുന്നേൽപ്പിച്ചപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചു. പക്ഷെ അവിടെ എല്ലാം ഉപയോഗിച്ച ചില പദങ്ങളുണ്ട്. സ്നേഹം. ബൾബ് കത്തുന്നത്
നിൽക്കുന്നത് പോലെ മിന്നി മിന്നി നിൽക്കുന്ന സ്നേഹമല്ല, സ്ഥിരതയുള്ള സ്നേഹം. മനസ്സിലായോ? സ്ഥിരതയുള്ള, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാത്ത, ഷെയ്ക്ക് ആകാത്ത ലവ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഒരു തലത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ദാവീദ് പ്രകാരം പ്രാർത്ഥിക്കുക. തന്റെ പാപത്തെ തന്റെ മുൻപിൽ വരച്ചു കാണിച്ചപ്പോൾ താൻ അതിനെ മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പം സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ഏതൊക്കെയോ തരത്തിൽ. നിന്റെ രക്ഷയുടെ സന്തോഷം ചോദിച്ചാൽ നിങ്ങൾ തിരികെ തരും. തിരികെ തരണമേ, തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനാൽ എന്നെ താങ്ങണമേ. പ്രിയമുള്ളവരെ, അല്ല യേശു കർത്താവ് ഹല്ലേലൂയ ദാവീദിന്റെ കാലത്ത് മരിച്ചിട്ടില്ല. അന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ തന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ തിരുവചനം ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 23 മുതൽ. റോമൻസ് ചാപ്റ്റർ 3 verse 23 to 25. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്താൽ ദൈവതേജസ് നഷ്ടപ്പെടും. പാപം ചെയ്താൽ ദൈവതേജസ് നഷ്ടപ്പെടും. ആ തേജസ്സിനെ മടക്കിയെടുക്കുവാൻ പിശാച് എപ്പോഴും പറയും, നീ പാപിയാ, നീ പാപിയാ. ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. നിന്നെ നഷ്ടപ്പെട്ട തേജസ് നിനക്ക് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ തിരുവചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെങ്കിലും സർവശക്തിയുള്ള ദൈവം യേശുവിന്റെ രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് വെച്ചിരിക്കുക. ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ തകർന്ന മനസ്സുള്ളവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ വിഷാദിക്കുന്ന ഹൃദയമുള്ളവരെ, ഹല്ലേലൂയ നിന്റെ ഏത് ചോദ്യത്തിനും നിന്റെ നഷ്ടപ്പെട്ട തേജസ്സിനും ഒരു മറുപടിയാ യേശുവിന്റെ രക്തം. വിശ്വസിക്കാൻ യേശുവിന്റെ രക്തത്താൽ ഒരു തേജസ് മടങ്ങി വരും. വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടിയാ യേശു തകർക്കപ്പെടുന്നത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ നഷ്ടപ്പെട്ട ആ തേജസ് തിരികെ വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്തതായി ഹല്ലേലൂയ അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഹനനയാഗം. 16-ാം വാക്യം തമിഴ് വായിച്ചാൽ 16 Psalms 51:16 പ്ലീസ്. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. பலியை நீ விரும்புவதில்லை, விரும்பினால் செலுத்துவேன். தகன பலியும் உமக்கு பிரியமானதல்ல. ആമേൻ. ഹല്ലേലൂയ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അടുത്ത വാക്യം പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അർപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. ദൈവത്തിന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഒരു ദൈവം. തകർന്ന അവസ്ഥയിൽ ചില ചോദ്യങ്ങളുമായി ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇരിപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാനും നിങ്ങൾ ഇരിക്കുന്ന ഇതിന്റെ മധ്യത്തിൽ യേശു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിന്റെ ചോദ്യങ്ങൾക്ക്, നിന്റെ തകർച്ചയ്ക്ക് അവനൊരു മറുപടിയാണ്. ഒരു കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ചില വിഷയങ്ങൾ വെളിപ്പെടുത്തിയ ഹല്ലേലൂയ അതിനെ ഏറ്റുപറയുവാൻ തയ്യാറായി ഈ കർത്തൃമേശയോട് നമുക്ക് അടുത്തു വരാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്താൽ എല്ലാവരും നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. വിശേഷാൽ കടന്നു വന്ന സഹോദരിയോട് ദൈവത്തെ സ്തുതിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല.